അതിന്റെ എല്ലാം പ്രതിഫലം എന്റെ ഖബറിലേക്ക് ലഭിക്കുമല്ല എന്ന അതിയായ ആഗ്രഹത്താലല്ലേ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മുടെ മുൻഗാമികളെ നമുക്ക് ആ ഖുർആൻ തന്നിട്ട് പോയത്. അപ്പൊ അതിന്റെ ചെറിയ ചെറിയ ന്യൂനതകൾ സംഭവിക്കുമ്പോൾ അതിനെ മാറ്റിക്കളയുകയാണോ ചെയ്യേണ്ടതല്ല. അത് കഴിവിന്റെ പരമാവധി അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിന്റെ ന്യൂനതകൾ മാറ്റിക്കളഞ്ഞുകൊണ്ട് അത് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി തീരെ മോശമായി പോയി, അക്ഷരങ്ങൾ പോലും അതിന്റെ ലഫ്ളുകൾ പോലും വായിക്കാൻ പറ്റാത്ത, ഖുർആൻ അല്ലാത്ത രീതിയിൽ അതിന്റെ അക്ഷരങ്ങളെല്ലാം മാറിപ്പോയി, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? അത് നമുക്ക് കളയാം. കാരണം മിഷ്കാത്തുൽ മസാബിഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ അകത്ത് തന്നെ ഒരു ഹദീസുണ്ട്. അവസാന കാലമാകുമ്പോൾ എന്താണ്, വിശുദ്ധമായ ഖുർആൻ അതിന്റെ ഹർഫുകളെല്ലാം ഒരു പഞ്ഞി പറന്നു പോകുന്ന പോലെ പ്രപഞ്ചത്തിലൂടെ അലിഞ്ഞതെല്ലാം പോകുമെന്ന്. പിന്നീട് ഖുർആൻ തുറന്നു നോക്കുമ്പോൾ എന്താണ്, ഹർഫുകളൊന്നും കാണൂല, വെറും വെള്ള പേപ്പറുകൾ മാത്രം. അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അപ്പൊ എന്താണ്, പിന്നെ അതിന് ഖുർആൻ എന്ന് പറയുന്ന ഒരു മൂല്യമില്ലല്ലോ. അപ്പൊ നമുക്കത് അല്ലാത്ത രീതിയിലൊക്കെ കളയാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാലും നമ്മൾ മനസ്സിലാക്കണം, ഖുർആൻ എന്ന് പറയുന്നത് നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട ഒരു ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ എന്നത്. അത് കഴിവിന്റെ പരമാവധി ചെറുതായിട്ടും ചെതലരിച്ചോ അതിന്റെ ന്യൂനതകൾ മാറ്റിയത് നമുക്കത് എത്ര ഭാഗങ്ങൾ അത് വിട്ടുപോയിട്ടുണ്ട്, അതിന്റെ ഭാഗങ്ങളെല്ലാം നമ്മൾ പൂർത്തിയാക്കി അത് നല്ല രീതിയിൽ നമ്മൾക്ക് അതൊക്കെ ശരിയാക്കാൻ പറ്റുന്ന സംവിധാനത്തിലൂടെ നമ്മൾ ശരിയാക്കി അത് ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ചെറിയ ചെറിയ ന്യൂനതകൾ പറ്റിയതിന്റെ പേര് അതിനെ നമ്മൾ മാറ്റിക്കളയുകയല്ല ചെയ്യേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് വളരെ ഗൗരവത്തോടെ പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നാം നമ്മുടെ സമ്പാദ്യം കൊണ്ട് വിശുദ്ധമായ ഖുർആൻ വാങ്ങി നമ്മുടെ പള്ളികൾക്ക് വഖഫ് ചെയ്യുക, ഹദിയകൾ ചെയ്യുക. നമ്മുടെ മരണശേഷവും നാം വാങ്ങിക്കൊടുത്ത ഖുർആൻ അത് ഏതൊക്കെ വിശ്വാസികൾ ഓതുന്നവോ അതിന്റെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു ഖുർആൻ പഠിക്കുന്ന ഒരു മുതഅല്ലിമിന്, ഒരു ഹിഫ്ള് പഠിക്കുന്ന ഒരു കുട്ടിക്ക് നീ വാങ്ങിക്കൊടുക്കുക. ആ ഖുർആൻ പഠിച്ച് അവൻ മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ അവനിൽ നിന്ന് മറ്റുള്ളവർ പഠിക്കുന്നു, അതിൽ നിന്ന് മറ്റുള്ളവർ പഠിക്കുന്നു. അങ്ങനെ ഇൽമുകളുടെ പരിശുദ്ധമായ ദീനിന്റെ ജീവനായ ഇൽമ അതിങ്ങനെ പ്രചരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ ഇതിന്റെ പ്രതിഫലം ആർക്കാണ് പ്രിയപ്പെട്ടവരെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഖുർആൻ വാങ്ങിക്കൊടുത്ത മനുഷ്യനല്ലേ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിന്റെ ഖബറിൽ ചെന്നാലും എന്താണ്, നിനക്ക് പ്രതിഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നാം വിശുദ്ധമായ ഖുർആൻ വാങ്ങി ധാരാളമായി ഹദിയ ചെയ്യുക. കാരണം അത് നമ്മുടെ